ഇപ്പൊ എത്ര വണ്ടിയുണ്ട് റോയൽ എൻഫീൽഡ് കളക്ഷൻസ്? 2, 4, 6, 8, 10, 12, 14, 16, 10, 25 വണ്ടി ഉണ്ടല്ലേ? ഷോറൂമിൽ പോലെ ഇത്രയും വെറൈറ്റി കളക്ഷൻസ് കാണാറില്ല. ഈ വണ്ടി നമുക്ക് സീറോക്ക് ഇറക്കാൻ പറ്റില്ല. സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി വന്നു. സീറോക്ക് നമുക്ക് 95 ആക്കിയിട്ടുണ്ട്. നേരത്തെ 1 രൂപ നമ്മൾ ഇതിനും വില കുറച്ചിട്ടുണ്ട്. എല്ലാ വണ്ടിക്കും വില കുറച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ. 35 ആയിരുന്നു നമ്മുടെ പ്രൈസ്. ഇപ്പൊ നമ്മൾ 29 രൂപയ്ക്ക് 29,000 രൂപയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 90 ആയിരുന്നു നമ്മുടെ പ്രൈസ്. 70 ചെയ്യാം. അപ്പൊ ഇനിയും വില കുറക്കുന്നതാണ്. നമ്മുടെ ഇവനെ ഒന്ന് കണ്ടു മതി. 28 ആയിരുന്നു. നമുക്ക് 1.5 കൊടുക്കായിരുന്നു. ഇന്ന് 28 നന്നായിട്ട് വില കുറച്ചു. അപ്പൊ 5,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടിയുണ്ട്. 0 ഡൗൺ പേയ്മെന്റ് വണ്ടിയുണ്ട്. 10,000, 15,000 അങ്ങനെ ചെറിയ ഡൗൺ പേയ്മെന്റിലൊക്കെ നമ്മൾ വണ്ടി ഇറക്കാൻ പറ്റുന്നത് തന്നെ വില കുറച്ചുകൊണ്ടാണ്. സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുന്ന നേരത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഇങ്ങനെ GST റിഡക്ഷൻ ഓഫർ ഉള്ളതുകൊണ്ടാണ് ഞാൻ വേറെ ഓഫറൊന്നും ചോദിച്ച് വാങ്ങാത്തത്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ എറണാകുളം ജില്ലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എറണാകുളം ജില്ലയിൽ തമ്മനത്ത് ഉള്ള റോയൽ റൈഡേഴ്സ് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് ഞാൻ ഉള്ളത്. ഇതേ ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കണ്ടതേ ബുള്ളറ്റിന് വമ്പൻ കളക്ഷൻസ് ആണ്. ഇഷ്ടം പോലെ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്. പിന്നെ സ്കൂട്ടേഴ്സ് ഇരിക്കുന്നുണ്ട്, മൈലേജ് വണ്ടികൾ ഇരിക്കുന്നുണ്ട്, ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. അതിന് മുമ്പ് ഇവിടുത്തെ ആളെ പരിചയപ്പെടണ്ടേ? ഗോകുലേ, യെസ്, എന്തായാലും ബുക്കൊക്കെ പേപ്പറൊക്കെ എടുത്ത് പരിപാടി? ചേട്ടനെ അറിഞ്ഞില്ലേ ഈ വണ്ടികളുടെ പ്രൈസ് കുറഞ്ഞ കാര്യം? GST അല്ലേ? അത് പുതിയ വണ്ടിക്കല്ലേ? അതേപോലെ നമ്മൾ കുറച്ചിട്ടുണ്ട് എല്ലാ വണ്ടിക്കും പ്രൈസ്. അപ്പൊ 150 അല്ല, 350cc താഴെയുള്ള വണ്ടികളുടെ വില നമ്മളും കുറച്ച്, എല്ലാ വണ്ടിയും കുറച്ച്. അപ്പൊ അത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. ഇത് അപ്പൊ 50 വില കുറവാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, അത്യാവശ്യം വില കുറച്ചിട്ടുണ്ടല്ലേ? അതെ. അപ്പൊ നമുക്ക് ഓരോ വണ്ടി പരിചയപ്പെട്ടാലോ? ലൊക്കേഷൻ ഇതിന്റെ ആവശ്യമുണ്ടല്ലേ? എഴുതിയിട്ടില്ലേ? അപ്പൊ ലൊക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ എറണാകുളം ജില്ലയിലെ കത്രിക, നമ്മുടെ ഇത് തമ്മനം. ഈ സ്ഥലത്തിന് എന്തെങ്കിലും പേരുണ്ടോ? സൗത്ത് ജനതാ റോഡ്. സൗത്ത് ജനതാ റോഡാണ്. അപ്പൊ ഗോകുലാണ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യം പറയുന്നത്. ഗോകുൽ ഓൾറെഡി പല വീഡിയോസിൽ വന്ന ഒരു മിന്നും താരമാണ്. അപ്പൊ നമുക്ക് ഇതേ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. നീ അകത്തേക്ക് പോക്കോ, എന്നാ ഇടയിൽ കൂടെ പോക്കോ. ഞാനാണ് കയറി പോവില്ല. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ബുള്ളറ്റ് നമ്മുടെ ഏറ്റവും കുറഞ്ഞതെന്ന് ഇരിക്കണം. ഏറ്റവും കുറഞ്ഞ ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഈ 2 വണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്യണം. അത് കണ്ട ചോദിച്ചെന്നുള്ളൂ. നമുക്ക് അതും തുടങ്ങാം. ഓക്കെ, അത്യാവശ്യം ഉണ്ടല്ലോ കളക്ഷൻസ്. യൂസി എഞ്ചിൻ നല്ലപോലെ കളക്ഷൻ കയറിയിട്ടുണ്ട്. ഇപ്രാവശ്യം കയറിയിട്ടുണ്ടല്ലേ? അപ്പൊ ആദ്യത്തെ ബുള്ളറ്റ് അതേതാ? KL42 2018 മോഡൽ. 18 മോഡല്. സിംഗിൾ ആണോ? സിംഗിൾ മോഡൽ. ക്ലാസിക് 350 ആണ്. വില 1.15. കുറച്ചേക്കുന്നാണോ? ഇതെല്ലാം കുറച്ചിട്ടേക്കണ പൈസ. 1,15,000 രൂപയാണ്. ഫിനാൻസ് കയറോ? 18 ഫിനാൻസ് കയറും. നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഓക്കെ, അടുത്തതാണെങ്കിൽ അടുത്തത് 2018 തന്നെയാ. ഗൺമെറ്റൽ എന്ന് പറഞ്ഞ മോഡലാണ്. എന്ത് വില വരും? 1.25. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1.25. 1,20,000 എന്ന് പറയുമ്പോൾ ഇതും 15 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാൻ പറ്റും. അടുത്തേതാ? നീല കളർ സാധനം ഇരിക്കണ? കുറച്ച് പഴയതാന്നുള്ളൂ കണ്ടിട്ട്. ഇല്ല, 18 മോഡൽ തന്നെ. 18 മോഡൽ. ഓക്കെ, ബ്ലൂ കളറാണ്. നെഗോൺ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. എന്ത് വില? 1.15. 2018 ഫിനാൻസ് കിട്ടും. നമുക്ക് 2017 മുതലാണോ 16 മുതലാണ്? ഇപ്പൊ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. 2015 തൊട്ട് നമ്മളിപ്പോ ഫിനാൻസ് ചെയ്യുന്നുണ്ട്. 2015 മുതൽ ഫിനാൻസ് ചെയ്യാം. എൻഫീൽഡിന്റെ വണ്ടി. ഓക്കെ, എൻഫീൽഡിന് മാത്രമാണോ? ഓക്കെ, അതിന് അത്യാവശ്യം ഫിനാൻസ് വാല്യൂ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നോർമലി മറ്റു വണ്ടികൾക്ക് 17 മുതലാണോ 18 മുതലാണോ? 17 മുതൽ ചെയ്യാം. ഫിനാൻസും ഡോക്യുമെന്റ് ആധാർ കാർഡ്, പാൻ കാർഡ് മതി. പിന്നെ ലാൻഡ് ടാക്സിന്റെ കോപ്പി, ലാൻഡ് ടാക്സ് അത്യാവശ്യം 15 വണ്ടി ചെയ്യണമെങ്കിൽ മാത്രമേ ഇത്ര അധികം പേപ്പേഴ്സിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് ആധാർ, പാൻ കാർഡ് മാത്രം. ശരി, അടുത്തത് ക്ലാസിക് 2017. എന്ത് വില? 1.10. 1.10 2017 ക്ലാസിക് ഇരിക്കുന്നുണ്ട്. ഫിനാൻസ് കിട്ടുന്നതാണ്. ഏകദേശം 10-15 ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്തത് സ്റ്റാൻഡേർഡ് അല്ലേ? ഇത് ഓൾഡ് മോഡലാണ്. ഓൾഡ് മോഡൽ 1979 മോഡലാണ്. 79 മോഡലായിട്ട് നല്ല തിളക്കം കാര്യങ്ങളൊക്കെ വണ്ടിയാണ്. ഇത് നമുക്ക് മോഹവില ആയിരിക്കും. 1.10 ആണ്. എന്നാ മോഹവില ഉണ്ടത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കസ്റ്റമർ പാർക്കാൻ സൈഡാണോ? അത് പാർക്കാൻ സൈഡല്ല, നമ്മുടെ വണ്ടിയാണ്. ഓക്കെ, അടുത്തൊരു തണ്ടർ ബേർഡ് ഇരിക്കുന്നുണ്ട്. 2016 മോഡല്. എന്ത് വില? 85 രൂപ. 85 രൂപ. ഓക്കെ, അടുത്ത വണ്ടി 2000 തണ്ടർബേർഡ് X350. എന്ത് വില വരും? 18 മോഡൽ. 1.10. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ്. ഫിനാൻസ് കയറുന്നതാണ്. ഏകദേശം ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് മതി. നമ്മുടെ ഇപ്പൊ എത്ര വണ്ടിയുണ്ട് റോയൽ എൻഫീൽഡ് കളക്ഷൻസ്? 2, 4, 6, 8, 10, 12, 14, 16, 10, 25 വണ്ടി ഉണ്ടല്ലേ? ഷോറൂമിൽ പോലെ ഇത്രയും വെറൈറ്റി കളക്ഷൻസ് കാണാറില്ല. കാരണം അവർ ഡിസ്പ്ലേ വെക്കുള്ളൂ. എന്നാലും നിങ്ങളുടെ റോയൽ എൻഫീൽഡിന്റെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി എടുക്കാതെ ഒരിക്കലും യൂസി എഞ്ചിൻ ആഗ്രഹിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് നമുക്ക് ഇപ്പൊ അത്യാവശ്യം ഡിമാൻഡും കാര്യങ്ങളും ഉണ്ട് വണ്ടിക്ക്. 350cc കൂടി ഈ വണ്ടിക്കൊക്കെ കുറവാണ് ഇപ്പൊ വന്നേക്കുന്നത്. 350 കുറവാണ്. പിന്നെ ജെ സീരീസ് ആണല്ലോ ഹിമാലയനൊക്കെ കൂടിയിട്ടുണ്ടല്ലേ? ഓക്കെ, അടുത്തത് തണ്ടർബേർഡ് 2000 തണ്ടർബേർഡ് X350. X
സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അത് സീറ്റ് അങ്ങനെ ചെയ്തേക്കുന്നതാണ്, കസ്റ്റം ചെയ്തേക്കണം. ഒരു സിംഗിൾ സീറ്റ് ആക്കി ഒരു വെറൈറ്റി ഉണ്ട്, കാണാൻ ഒരു ലുക്കും ഉണ്ടല്ലോ വണ്ടിക്ക്. ആ സീറ്റ് കിട്ടുന്നുണ്ടോ നമുക്ക്? നമ്മൾ ഇൻസ്റ്റയിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി. ഇങ്ങോട്ട് ഇവിടെ നിന്ന് നോക്കാം. കാരണം നമുക്ക് ഈ കുറച്ച് കൺജസ്റ്റഡ് ആയതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ കുറച്ച് പ്രശ്നമുള്ളത് കേട്ടോ. ഇവന്മാർ ഇങ്ങനെ നമുക്ക് സെറ്റ് ആക്കി വെച്ചേക്കിടുന്നത്. ആ വില പറഞ്ഞോ? 2018 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. 1.5 എന്ന് പറയുമ്പോൾ 15 രൂപ ഡൗൺ പേയ്മെന്റ്, 10 രൂപ. അടുത്ത വണ്ടി 350. ഇത് 19 മോഡൽ സെയിം X350. എന്ത് വില? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1.10 തന്നെ സെയിം വില. ഓക്കെ, അടുത്തത് 500 ആണത്. 500 2015 മോഡലായത്. 500 വില കൂടിയിട്ടുണ്ട്. നമ്മ കൂട്ടിയാ? നമ്മള് എന്നാലും കൂട്ടിയിട്ടില്ല. കൂട്ടേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. എടുത്തിട്ട് വേണ്ടിയല്ല. എന്ത് വില വരും? 15 മോഡലാണ്. ഇത് നമുക്കൊരു 70 രൂപ കൊടുക്കാം. 70,000 രൂപയാണ്. ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? 15 കിട്ടും, ഫിനാൻസ് കിട്ടും. അടുത്ത വണ്ടിയാണെങ്കിലാ ക്ലാസിക് അല്ലേ? ഇത് ക്ലാസിക് 2020 മോഡൽ. എന്ത് വില വരും? 1.55. 1,50,000 രൂപയാണ് വരുന്നത്. അപ്പോൾ നേരെ ഹിമാലയ ഇരിക്കുന്നുണ്ടല്ലോ. ഏതാ മോഡൽ? 2016 മോഡലാണ്. 2016 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. വില 1.20. 1,20,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഫിനാൻസ് വീഴുന്നതാണ്. ഏകദേശം ഒരു 25 രൂപ 20 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ക്ലാസിക് നല്ല സെറ്റപ്പ് കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. 2017 മോഡൽ. കിലോമീറ്റർ എത്രയുണ്ട്? നോക്കിക്കോളാം. കിലോമീറ്റർ പറയുകയാണെങ്കിൽ 82,000 കിലോമീറ്റർ ആണ്. എത്ര ഓടിയിട്ടുണ്ട്? അല്ല സോറി, കിലോമീറ്റർ അല്ലേ പറഞ്ഞത്. വില പറ. പ്രൈസ് നമുക്ക് 1.10 കൊടുക്കാം. 1.10 ആണ് റേറ്റ് വരുന്നത്. നീ ഇവിടുന്ന് ഷൂട്ട് ചെയ്യും, അപ്പൊ കറക്റ്റ് വരും. അടുത്തത് 500 അല്ലേ? അതെ, 500. 2016 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 75 രൂപ നമ്മൾ ഇട്ടേക്കണ വില. 75 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. എത്ര ഓടിയിട്ടുണ്ട്? 64,000 കിലോമീറ്റർ. ഞാൻ അതിന്റെ കിലോമീറ്റർ ചോദിക്കാൻ വിട്ടുപോയി. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു വണ്ടിക്ക്? ആ വണ്ടിയെല്ലാം നമുക്കൊരു 35, 40, 50 അങ്ങനെ. ഓക്കെ. അപ്പൊ ഇനിയുള്ളതിന്റെ കിലോമീറ്റർ പറയുന്നതായിരിക്കും, വിട്ടുപോയതാണ്. അടുത്തത് ഇതും സ്റ്റാൻഡേർഡ് 500. സ്റ്റാൻഡേർഡ് 19 മോഡൽ, 36,000 കിലോമീറ്റർ. ഓക്കെ. വില 1.35. 1.35 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഫിനാൻസിൽ നിന്നാണ് ഏകദേശം 10-25 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അടുത്ത സ്റ്റാൻഡേർഡ് 17 മോഡൽ, 350 സിംഗിൾ ഓണർഷിപ്പ്, 67 കിലോമീറ്റർ, 67,000 കിലോമീറ്റർ, 95,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അടുത്ത വീണ്ടും ഇത് 2018 മോഡലാണ്. ഇത് 350 അല്ലേ? 350 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നമുക്കൊരു 1.5 ലാസ്റ്റ് കൊടുക്കാം. 1,05,000. ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഏകദേശം കിലോമീറ്റർ 47,000 കിലോമീറ്റർ ആണ്. അടുത്ത ക്ലാസിക് ഇത് 2015 സ്റ്റാൻഡേർഡ് 2015 മോഡൽ. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി അതായത് മീറ്റർ മാറിയ വണ്ടിയാ. കിലോമീറ്റർ 45 ഓടിയിട്ടുണ്ട്. ഇപ്പോൾ മീറ്ററിൽ 8,000 കിലോമീറ്ററേ ഉള്ളൂ. 40,000 കിലോമീറ്റർ വണ്ടിയാണ്. എത്ര വില? 75 രൂപ. ഓക്കെ. ഹിസ്റ്ററി ഉണ്ടാവുമല്ലേ വണ്ടിക്ക്? നമുക്ക് നമുക്ക് ഷോറൂം ഉള്ളതല്ലേ? സെന്റ് മേരീസ് അല്ലേ? അതെ, സെന്റ് മേരീസ്. ഓക്കെ. അടുത്തത് 2020 മോഡൽ. 20 മോഡൽ. ഇത് ബുള്ളറ്റ് ES ആണ്. ഓക്കെ, സ്റ്റാർട്ടാണ്. 62 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. 1.40 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതെല്ലാം ആസ്കിംഗ് പ്രൈസ് ആണ്. നമ്മൾ വില കുറച്ചിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി കുറക്കൂലേ? നമുക്ക് നോക്കാം. കാര്യം ഞാൻ പറഞ്ഞില്ല ചേട്ടനടുത്ത്, ആദ്യമേ ഇത് യൂസ് എഞ്ചിൻ ആയതുകൊണ്ട് ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നമ്മൾ എല്ലാ സർവീസും ചെയ്യാറുണ്ടല്ലോ. അടുത്ത ബുള്ളറ്റ് ഇത് 2018 മോഡൽ. ഇത് എലക്ട്ര. ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1.30. അടുത്ത വണ്ടി ഇതും എലക്ട്ര തന്നെയാണ്. അതെ, 2018 മോഡൽ. ഫോർത്ത് ഓണർഷിപ്പ് ആണ്. ഓണർഷിപ്പ് കൂടിയ വണ്ടി ഏറ്റവും കൂടിയ വണ്ടി. എന്ത് വില വരും? 67 കിലോമീറ്റർ, 80 രൂപ. 80 രൂപ വരുന്നുണ്ട്. അടുത്ത റെഡ് കളർ. ഇതും സെയിം എലക്ട്ര തന്നെ. 2015 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ്. 89 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 70 രൂപ പറയുന്നത്. അപ്പോൾ ബുള്ളറ്റ് മാത്രമല്ല വണ്ടികളുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ജസ്റ്റ് കാണിച്ചു കൊടുത്തേക്കാം. സ്കൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ബുള്ളറ്റുകൾ ഇല്ലല്ലോ എന്ന് വെച്ച് പല ആൾക്കാരും കമന്റ് ഇടാറുണ്ട്. അവർക്കുള്ള സ്പെഷ്യൽ വീഡിയോ ഉണ്ട്. അടുത്തത് എൻടോർക്കിന്റെ കളക്ഷൻസ്. ഇങ്ങനെ അങ്ങോട്ട് പോകാം. 2024 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? അതെ. വില 91 രൂപ. 91 രൂപയാണ് വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അടുത്ത വീണ്ടും എൻടോർക്ക് തന്നെ 24 മോഡൽ തന്നെ. 6000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതും 91 രൂപ. 91. എത്ര ഡൗൺ പേയ്മെന്റ് വരും? 10 രൂപ. 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. എൻടോർക്ക് XT 24 മോഡൽ തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ്. 95,000 രൂപ. 95,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതും ഏകദേശം ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഈ എൻടോർക്ക് 2019 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 47 വണ്ടി ഓടിയിട്ടുണ്ട്. 47,000. അതെ. വില 45 രൂപ. ഈ വണ്ടി നമുക്ക് 0 ഇറക്കാൻ പറ്റും. 0 ഡൗൺ പേയ്മെന്റ് വണ്ടി വന്നു. ഞാൻ ചോദിച്ചില്ലായിരുന്നു. അപ്പൊ 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. ഇനി എന്തെങ്കിലും വരാനുണ്ടോ? 0ക്ക് ഇപ്പോൾ ഒരു വണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി നമുക്ക് മാക്സിമം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂക്ക് ഒക്കെ ഉണ്ട് ഓൾറെഡി. ഡ്യൂക്ക് ഉണ്ടല്ലേ? അതിലാ നമുക്ക് ചെയ്യാം. അപ്പൊ ഈ വണ്ടി ഉണ്ട്. ഇനി 0 ഡൗൺ പേയ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വില 45 രൂപയാണ്. അത് 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. നിങ്ങളുടെ ട്രാക്ക് ഓക്കെ ആണെങ്കിൽ. അടുത്ത വീണ്ടും എൻടോർക്ക് പച്ച കളർ 18 മോഡൽ തന്നെയാണ്. എന്ത് വില വരും? സെക്കൻഡ് ഓണർഷിപ്പ് 48 രൂപ. 48 രൂപയാണ് വരുന്നത്. ഇതും 15 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം.
അടുത്തത് വെസ്പ 2021 മോഡൽ, 26,000 കിലോമീറ്റർ അല്ലേ? അതെ. എന്ത് വില വരും? 80 രൂപ. 80 രൂപയാണ് വരുന്നത്. എത്ര ഡൗൺ പേയ്മെന്റ്? 15 രൂപ. 15 ഡൗൺ പേയ്മെന്റ് മതി. അടുത്തത് റേസ് ZR ഇരിക്കുന്നുണ്ട്. 2000 ഏതാ മോഡല്? 24 മോഡൽ. 24 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 14,000 കിലോമീറ്റർ ആണ്. ആഫ്റ്റർ GST ഡിസ്കൗണ്ട് നമ്മൾ ഇട്ടേക്കുന്ന പൈസ 94 ആയിരുന്നു. കാണിച്ചു കൊടുത്തേക്കാം. 89,000 നമുക്ക് വണ്ടി കൊടുക്കാം. നമ്മളും വില കുറച്ചിട്ടുണ്ട്. ഷോറൂമിൽ മാത്രമല്ല യൂസ്ഡ് ബൈക്ക് മാർക്കറ്റിലും നമ്മൾ വില കുറച്ചിട്ടുണ്ട്. അടുത്തത് ഫാസിനോ 2024 മോഡലാണ്. 2000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 2000. അതെ. പുതിയ വണ്ടിക്ക് പകരം എടുക്കാം. എന്ത് വില? ഓണർഷിപ്പ് 88 രൂപ. 88 രൂപയാണ് വണ്ടിക്ക് ആസ്പ് പറയുന്നത്. പുതിയതിന് എന്ത് വില ഉണ്ടാവും? എസ് മോഡലാണത്. 120 അറേഞ്ച് വരുന്നുണ്ട്. ഓക്കെ. അടുത്തത് ഡിയോ, ഇതും 24 മോഡൽ, സെയിം 2000 കിലോമീറ്റർ ഓടിയ വണ്ടി. എന്ത് വില? 90 രൂപ. 90,000 രൂപയാണ്. അപ്പോൾ ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റിൽ മതിയോ? ഇറങ്ങാൻ പറ്റും. ആക്റ്റീവ് ആണെങ്കിലോ? ആക്റ്റീവ് 2018 മോഡൽ, 51 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 55 നമ്മൾ ഇട്ടേക്കുന്ന പ്രൈസ്. നമ്മൾ ഈ GST ഇത് കാരണം നമ്മൾ 50 രൂപ ആക്കിയിട്ടുണ്ട് വണ്ടി. 50 രൂപ ആക്കിയിട്ടുണ്ട്. എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും? ഏകദേശം 12 രൂപ. വെറും 12,000 ഡൗൺ പേയ്മെന്റിലൊക്കെ വണ്ടി ഇറക്കാം. ഇത് ഇലക്ട്രിക് ചേതകല്ലേ? ഇലക്ട്രിക് ചേതക്ക് 2023 മോഡൽ. എത്ര ഓടി? 9,000 കിലോമീറ്റർ. വെറും 9,000. വില എത്ര വരുന്ന? 90,000 രൂപ. 90,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഈ വണ്ടിക്ക് ഫിനാൻസ് വന്നിട്ടുണ്ട്, സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫാൻസ് ഓക്കെ. 15 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പൊ എത്ര വരും ഡൗൺ പേയ്മെന്റ്? 15 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ നമുക്ക്. ഓക്കെ. അതായത് ഇലക്ട്രിക് വണ്ടിക്ക് റീഫിനാൻസ് ഉണ്ടായില്ല, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഡ്യൂക്ക് ഉണ്ട്. നമുക്ക് ബാക്കിലേക്ക് വണ്ടി കാണണ്ടേ? 2 ഡ്യൂക്ക്. 250 ആണോ? 250. 250ക്ക് എന്ത് വില വരും? 23 മോഡലാ. ഈ വണ്ടിയാണ് സീറോ ഡൗൺ പേയ്മെന്റ് ഉള്ള ഡ്യൂക്ക്. ഈ വണ്ടിയാണ് സീറോ ഡൗൺ പേയ്മെന്റ്. ഈ 3 വണ്ടിയും സീറോക്ക് ഇരിക്കണതാ. ഈ 3 വണ്ടിയും സീറോന് ഇറക്കാം, ആ വണ്ടിയും സീറോ ഇറക്കാം. ഇപ്പൊ 4 സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ഏതാ മോഡല്? 23 മോഡൽ. 23 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 13 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 2.15 ആയിട്ടേക്കണം നമ്മള്. നമുക്കൊരു 2 രൂപ കൊടുക്കാം. 2 ലക്ഷം ഡിസ്കൗണ്ട്, GST ഡിസ്കൗണ്ടിൽ 2 ലക്ഷം രൂപക്ക് ഈ വണ്ടി കിട്ടുന്നതാണ്. ഏകദേശം 10-30 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അതൊക്കെ ഡ്യൂക്ക് 200 2023 സിംഗിൾ ഓണർഷിപ്പ്. 22 സിംഗിൾ ഓണർഷിപ്പ്. 17 കിലോമീറ്റർ. 1.65 ആണ്. ചെറിയതായിട്ട് ഇതിന് കുറയോ? കുറക്കാം. ഇത് സീറോ അല്ലേ? സീറോ ഡൗൺ പേയ്മെന്റ് ആണ്. ഈ ഡ്യൂക്ക് ആണെങ്കിലോ? ആ ഡ്യൂക്കും നമുക്ക് സീറോക്ക് ഇറക്കാൻ പറ്റും. 2022 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 19 കിലോമീറ്റർ. 1.70 ആണ്. സീറോന് ഇറക്കാൻ പറ്റുന്നതാണ്. എക്സ്പൾസ് ഇരിക്കുന്നുണ്ടല്ലോ 200. 2021 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 17 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 17,000 കിലോമീറ്റർ. വില നമുക്ക് 95 ആക്കിയിട്ടുണ്ട്. നേരത്തെ 1 രൂപ ഇട്ടേക്കാണ് നമ്മള്. ഇതിനും നമ്മൾ വില കുറച്ചിട്ടുണ്ട്. എല്ലാ വണ്ടിക്കും വില കുറച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ. ഡൊമിനോർ 400 2020 വണ്ടി, 20 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 37 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 17,000. വില 1.50 ഇട്ടേച്ച് നമ്മള് 1.45 ആക്കിയിട്ടുണ്ട്. 1,45,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഡൊമിനോർ കിട്ടുന്നതാണ്. ഏകദേശം ഡൗൺ പേയ്മെന്റ് പറയുകയാണെങ്കിൽ ഒരു 20 രൂപ മതിയാവും എന്ന് വിചാരിക്കുന്നു. NSകളുടെ കളക്ഷൻസിലേക്ക് ഇവിടെ NS 200 ഇരിക്കുന്നുണ്ടല്ലോ. NSഉം 2021 മോഡൽ. നല്ല കളർ. 21 മോഡൽ. എത്ര ഓടിയുണ്ട്? ഏകദേശം 23 ഓടിയിട്ടുണ്ട്. 23 മോഡൽ. നമ്മുടെ വില 95 രൂപ. 95 രൂപയാണ് NS. 295 രൂപ അല്ലേ? 15 രൂപ ഡൗൺ പേയ്മെന്റ് മതിയാവും. പിന്നെ ഓക്കെ. 10 രൂപ ഇറക്കാം അല്ലേ? RTR 164V 2020 മോഡല്. സിംഗിൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 30,481 കിലോമീറ്റർ. നമ്മുടെ 75,000 ആയിരുന്നു ഇട്ട വില. ആഫ്റ്റർ GST ഡിഡക്ഷൻ 65,000 രൂപ കിട്ടുന്നതാണ്. 15 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഈ വണ്ടി ഇറക്കാം. നമ്മളും വില കുറച്ചിട്ടുണ്ട്. പുതിയ വണ്ടിക്ക് മാത്രമല്ല കേട്ടോ. വീണ്ടും RTR 160. ഇത് 2022 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90 നമ്മൾ ഇട്ടേച്ചത് നമുക്ക് 80 രൂപ ചെയ്യാൻ പറ്റും. 80,000 രൂപ കൊടുക്കാം. ഓക്കെ. നമ്മൾ വണ്ടിയുടെ വില ഇട്ടേച്ചിരിക്കുന്നു എന്ന് പറയുന്നത് GST മൂലം വണ്ടിയുടെ വില കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നതാണ് കേട്ടോ. അടുത്തത് V3 2021 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 32 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.35 ആയിരുന്നു ഇട്ടത്. നമുക്ക് 1.26 ഇപ്പൊ നമുക്ക് ചെയ്യാം. 1,26,000 രൂപയ്ക്ക് V3 കിട്ടുന്നതാണ്. 21 മോഡൽ V4 ആണ്. ഇതാണെങ്കിലോ? ഇത് V3 ഓക്കെ. V3 21 മോഡൽ V3 26,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. 1.40 ആയിരുന്നു. 1.35 നമുക്ക് ഇപ്പൊ കൊടുക്കാം. 1.35 നമുക്ക് കൊടുക്കാം. അടുത്തത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ബുള്ളറ്റ് ഒളിച്ചിരിക്കണ എന്താണ്? അവിടെ വെക്കാത്ത സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഏകദേശം 30ാമത്തെ റോയൽ എൻഫീൽഡിന്റെ വണ്ടിയായിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് അല്ലേ? 350 എത്ര ഓടിയിട്ടുണ്ട്? ക്ലാസിക് 35 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ ആണോ? 14 മോഡലാണ് വണ്ടി. 4 കിലോമീറ്റർ ജെന്യൂൻ ആയിരിക്കും. എത്രാമത്തെ ഓണർഷിപ്പാണ്? വില ഒരു 55 രൂപ കൊടുക്കും. 55 രൂപയാണ്.
അടുത്തത് റൈഡർ ടിവിഎസിന്റെ 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 9000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 85 രൂപ കൊടുക്കാം. 85 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അടുത്ത 21 ആണോ? 21 യൂണിക്കോൺ. എന്ത് വില വരും? സിംഗിൾ ഓണർഷിപ്പ് 57000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്കൊരു 75 രൂപയ്ക്ക് ചെയ്യാം. 75 രൂപ. 79 ആയിരുന്നു, 75 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. 75 രൂപ കൊടുക്കാം. അടുത്തത് അത് കൊടുക്കാനുള്ളതാണോ? ജിക്സ് കൊടുക്കാനുള്ളതല്ല. അപ്പൊ ഈ വണ്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അവഞ്ചർ ഇരിക്കണ്ടല്ലോ കുറച്ച്, 4 അവഞ്ചർ. കളക്ഷൻസ് ഉണ്ട്. ഏതൊക്കെ മോഡലാ? ഇതെല്ലാം നോർമൽ 160 ആണ്. ഇത് 220 ക്രൂസ് ആണ്. ക്രൂസ് ആകുമ്പോൾ ഇത് 2016 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 40,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അതിന്റെ റേറ്റ് ഇതെല്ലാം 160 സ്ട്രീറ്റ് ആണ്. ഇത് നമുക്കൊരു 2017 മോഡലെല്ലാം 45,000 തന്നെ ചെയ്യാം. എല്ലാത്തിനും 45,000 രൂപയാണ്. കിലോമീറ്റർ ഏകദേശം 40, ഏകദേശം ഒരു 50-55 കിലോമീറ്റർ. ഫിനാൻസ് കയറുന്നതല്ലേ? എത്ര വരും? ഫിനാൻസ് കയറുന്നതാ. ഈ 500 കേസ് ഒക്കെ 500 കേസ് നമുക്ക് ഇപ്പൊ വന്നേക്കാണ്. അതൊന്ന് കുറച്ച് പരിപാടികളൊക്കെ റിനോവേറ്റ് ചെയ്യാനുണ്ട്. വില ഇട്ടിട്ടുണ്ട് നമ്മള്. വില ഇട്ടിട്ടുണ്ട്. എന്തൊക്കെ എന്ത് വില വരും? ഏകദേശം നമുക്കൊരു 58, 55, 56 രൂപ കൊടുക്കാം. 60 രൂപ താഴെയാണ് 500 വരുന്നത്. 2012, 13 മോഡൽസ് ഒക്കെ ഉള്ളത്. ആഫ്റ്റർ സർവീസ് ആണ് ഈ പറഞ്ഞ എമൗണ്ട്. ഓക്കെ. അപ്പൊ ഇത് ഫിനാൻസ് ഇടില്ല, റെഡി ക്യാഷ് എടുക്കേണ്ടി വരും. പിന്നെ ഇവിടെ കുറച്ച് വണ്ടികൾ ഇരിക്കണ്ടല്ലോ. പിന്നെ അകത്ത് നമ്മുടെ കുറച്ച് വേറെ കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. തിളക്കമുള്ള കുറച്ച് സെറ്റപ്പ് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇതേതാ വണ്ടി? ബർഗുമാൻ. കാണാറില്ലല്ലോ ഇതിനെ. ആക്ച്വലി സെയിൽ ആയ വണ്ടി, അതാണ് ഇപ്പൊ നമ്മൾ പ്രൈസ് ടാഗ് ഇടാത്തത്. ഓക്കെ. അപ്പൊ നമുക്കത് പറയേണ്ട ആവശ്യമില്ല. ഈ ആക്സസ് അല്ലേ വില കുറച്ചേക്കണത്? 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു. 35 ആയിരുന്നു നമ്മുടെ പ്രൈസ്. ഇപ്പൊ നമ്മൾ 29 രൂപയ്ക്ക് 29,000 രൂപയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 59 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. RS200 200 ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കീമിൽ ഓഫർ ഫിനാൻസ് എല്ലാം റെഡി ആയിരിക്കുന്ന വണ്ടികളാണ്. അപ്പൊ ഇത് റെഡി ആയിട്ട് ഇത് റെഡിയാണോ? ഇത് റെഡിയല്ല. അപ്പൊ അത് പറഞ്ഞോളൂ. ഇത് 21 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 43 കിലോമീറ്റർ. 50 രൂപ. ഈ വണ്ടിയാ? പൾസർ 125. ഈ സെല്യൂട്ടോ, യമഹയുടെ സെല്യൂട്ടോ 19 മോഡൽ എന്ത് വില കൊടുക്കും? നമുക്കൊരു 35 രൂപയ്ക്ക് ചെയ്യാം. 35 രൂപ കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇനി അകത്ത് ഏതൊക്കെ വണ്ടി ഇരിക്കണ്ടേ? അകത്ത് കുറച്ച് സെറ്റപ്പ് വണ്ടികളൊക്കെ ഇരിക്കണോ? വണ്ടികളുണ്ട്. അപ്പൊ നമുക്ക് അകത്ത് പോയിട്ട് വണ്ടികൾ പരിചയപ്പെടാം. അപ്പൊ ഈ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അകത്തേക്ക് പോയാലോ? അപ്പൊ ഗായ്സ് അകത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ AC വന്നൊക്കെ റെസ്റ്റ് ചെയ്യുന്ന കുറച്ച് നേരം. കാരണം കുറച്ച് ചൂടും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനും സൗകര്യം, ഫിനാൻസുകാർക്ക് ഇരിക്കാനും നിങ്ങൾക്ക് ഇരിക്കാനും കസ്റ്റമർ ലോഞ്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഇതിപ്പോൾ എല്ലായിടത്തും വേണം നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി അല്ലേ? അപ്പൊ നമുക്കൊരു അപ്പാച്ചി ഇരിക്കുന്നുണ്ടല്ലോ പുതിയത്, 2023 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 15 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 15,000 കിലോമീറ്റർ ഓടിയ വണ്ടി നമ്മൾ എന്ത് വില കൊടുക്കും? 285 ആയിരുന്നു നമ്മൾ ഇട്ടേച്ച പ്രൈസ്. 250 നമ്മൾ കൊടുക്കും. 250. നല്ല രീതിയിൽ നമ്മൾ ഇതിന്റെ വില കുറച്ചിട്ടുണ്ട്. എത്ര ഡൗൺ പേയ്മെന്റ് വരും? നമുക്ക് ഏകദേശം ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. 50,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടി കിട്ടുന്നതാണ്. അടുത്തത് CB 350 RS 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. 35 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 190 ആയിരുന്നു നമ്മുടെ പ്രൈസ്. ഇപ്പൊ നമുക്കൊരു 170 ചെയ്യാം. അടുത്ത വണ്ടി ക്ലാസിക് 350. 2022 മോഡൽ. 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 12,000 കിലോമീറ്റർ. 198 ആയിരുന്നു നമ്മുടെ പ്രൈസ്. അപ്പൊ നമുക്കൊരു 190 ചെയ്യാം. 90 കൊടുക്കാം. ഫിനാൻസ് കിട്ടും. എത്ര അടിക്കും? നമുക്കൊരു 30,000 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഓക്കെ. അടുത്ത വണ്ടി ഏതാകുമ്പോൾ പരിചയപ്പെടാൻ പോണ? നമ്മുടെ 650 പോയാലോ? 50 പോരെ. എന്തെങ്ങനെ വിളിച്ചിരിക്കണത്? നമ്മളെ ഡെലിവറി ഏരിയ ഇതല്ലേ? ഡെലിവറി ഇതാണ്. സൂപ്പർ മെറ്റിയോർ 650 2023. ഇതിനൊക്കെ വില കൂടിയില്ലേ? ഇതിന്റെയൊക്കെ വില നല്ല പോലെ കൂടിയിട്ടുണ്ട്. എത്ര ശതമാനം കൂടി? 10, 50 രൂപ, 50, 60 രൂപ കൂടി ഉണ്ടാവും ഏകദേശം പറയുകയാണെങ്കിൽ. 50 രൂപ വില കൂടിയിട്ടുണ്ടാവും. അപ്പോ നമ്മള് ആ വില കൂട്ടിയിട്ടില്ല. നമ്മുടെ വണ്ടി 23 മോഡലായത്. നമ്മൾ കുറച്ചിട്ടുണ്ട്. ഓ, അവിടെ വില കൂടുമ്പോൾ ഇവിടെ വില കുറയുന്നു. അതാണല്ലോ യൂസ്ഡ് മാർക്കറ്റില്. അപ്പൊ നമ്മൾ ആ വില പറയും. 23 മോഡല് സിംഗിൾ ഓണർഷിപ്പ്. 12,000 കിലോമീറ്റർ. 370 ആയിരുന്നു നമ്മുടെ പ്രൈസ്. നമ്മൾ 365 ആക്കി കുറച്ചിട്ടുണ്ട്. 365 കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും വില കുറക്കുന്നതാണ്. നമ്മുടെ ഇവനെ ഒന്ന് കണ്ടാൽ മതി. അടുത്തത് 2024 മോഡൽ ബുള്ളറ്റ് ഇരിക്കണ്ടല്ലോ. സീൻ സാധനമുള്ളൂ, സെറ്റപ്പാണല്ലോ. മെറൂൺ കളറാണ്. അധികം ഓടിയിട്ടില്ലല്ലോ? ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ പറയുകയാണെങ്കിൽ 12,000 കിലോമീറ്റർ. വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ക്ലീൻ പീസ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അപ്പൊ വേറെ എന്താ പറയാനുള്ളത് വണ്ടിനെ കുറിച്ച്? വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 195 നമ്മൾ ഇട്ടേച്ച്. അതാണ് ഹൈലൈറ്റ്. 185 കൊടുക്കാം. 185 കൊടുക്കാം. പുതിയ വണ്ടിക്ക് വില അത്യാവശ്യം ഏകദേശം എത്ര ഉണ്ടാവും അറിയാമോ? ഇത് 235 റേഞ്ച് വരുന്നുണ്ട്. അപ്പൊ അധികം ഓടാത്ത വണ്ടിയാണ്. നിസാര ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. നമുക്കൊരു 25 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഏകദേശം ഇറക്കാൻ പറ്റുന്നതാണ്.
അടുത്തത് റോണിൻ, TVSന്റെ റോണിൻ 2023 സിംഗിൾ ഓണർഷിപ്പ് 28 കിലോമീറ്റർ. വണ്ടി നമുക്കൊരു 1.30 കൊടുക്കാം. 1.30 കൊടുക്കാം അല്ലേ? 1.30 എന്ന് പറയുമ്പോൾ എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും? 20 രൂപ. 20 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്തത് RC ഇരിക്കുന്നുണ്ട്. അതായത് RC ഏതാ? 17 മോഡൽ. 17 മോഡൽ 200 ആണോ? 200 ആണ്. 2017 സിംഗിൾ ഓണർഷിപ്പ് ആണ്. 45,000 കിലോമീറ്റർ. വില 1,40. 1,40,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഫിനാൻസ് വീഴുന്നതാണ്. എത്ര വരും? ഒരു 20 മതി. അടുത്തത് ഒരു 220F 2022 മോഡൽ. 22 മോഡൽ. എത്ര ഓടിയുണ്ട്? 20 കിലോമീറ്റർ. 20,000 കിലോമീറ്റർ. നമ്മുടെ വില 1,28 ആയിരുന്നു. നമുക്ക് 1,05 കൊടുക്കാം. 1,28 ആണ്. നന്നായിട്ട് വില കുറച്ചു. 1,05,000 രൂപയാണ് വില ആഫ്റ്റർ ഡിഡക്ഷൻ ചെയ്യുന്നത്. ഫിനാൻസ് കയറുന്നതാണ്. ഒരു 15-20 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. ഈ വണ്ടി നമുക്കൊരു 5 രൂപ ഇറക്കാൻ പറ്റും. 5,000. ഓക്കെ. അപ്പൊ 5,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടിയുണ്ട്. 0 ഡൗൺ പേയ്മെന്റ് വണ്ടിയുണ്ട്. 10,000, 15,000 അങ്ങനെ ചെറിയ ഡൗൺ പേയ്മെന്റിലൊക്കെ നമ്മൾ വണ്ടി ഇറക്കാൻ പറ്റുന്നത് തന്നെ വില കുറച്ചുകൊണ്ടാണ്. അടുത്ത ഡോമി 250. 21 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. എന്താ വില? 25 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.35 ആയിരുന്നു. 1.30 നമ്മുടെ ഇപ്പോഴത്തെ വില. 1.30 നമ്മുടെ ഇപ്പോഴത്തെ വില വരുന്നത്. ക്ലെയിം പീസ് വണ്ടിയാണ്. അടുത്തത് 24 മോഡൽ R15 V3S. 24 അല്ലേ? 20 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 145 ആയിരുന്നു. 140 നമുക്ക് ഇപ്പൊ ചെയ്യാം. 1,40,000 നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഫിനാൻസ് കയറുന്നതാണ്. ഏകദേശം ഒരു 20 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ഹിമാലയൻ ഇരിക്കുന്നുണ്ട് അല്ലേ? 19 മോഡൽ ഹിമാലയൻ BS4. ഹിമാലയനൊക്കെ നമുക്ക് റേറ്റ് കൂടിയൊക്കെയാണ്. 450 അല്ലേ? എന്ത് വില വരുന്നു നമ്മുടെ വില? ഇപ്പോൾ നമ്മള് അങ്ങനെ ഓവറായിട്ട് ഇപ്പോൾ ഇട്ടിട്ടില്ല. 1.65 നമ്മൾ കൊടുക്കണം. പഴയ റേറ്റിന് നമുക്ക് കൊടുക്കാം. എത്ര ഓടി? ഇത് കിലോമീറ്റർ മാറിയ വണ്ടിയാണ്. ആക്ച്വലി കിലോമീറ്റർ 37 ഓടിയിട്ടുണ്ട്. 37,000 കിലോമീറ്റർ. സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും വണ്ടികളല്ലേ പരിചയപ്പെടാനുള്ളത്? അതെ. ഓക്കെ. സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുന്ന നേരത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ GST റിഡക്ഷൻ ഓഫർ ഉള്ളതുകൊണ്ടാണ് ഞാൻ വേറെ ഓഫറൊന്നും ചോദിച്ച് വാങ്ങാത്തത്. അല്ലെങ്കിൽ നമ്മൾ പല ഓഫേഴ്സും കൊടുക്കാറുണ്ട്. ഹെൽമെറ്റ്, പെട്രോൾ, അങ്ങനെ പല സംഭവങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ക്യാഷ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഓഫേഴ്സ് കൊടുത്തൊരു ഷോപ്പാണ്. അപ്പോൾ ഓണം ഓഫറും കാര്യങ്ങളുടെ വീഡിയോ ഓണത്തിന് നമ്മൾ ആക്ച്വലി ഇവിടെ 2 വീഡിയോ ഉണ്ടായിരുന്നില്ലേ? ഏർവടം ചെയ്തില്ലായിരുന്നു. ഫസ്റ്റ് വീക്കും ലാസ്റ്റ് വീക്കും ചെയ്തായിരുന്നു. അത്യാവശ്യം റെസ്പോൺസും കാര്യം ഉണ്ടായിരുന്നു. 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഉണ്ടായിരുന്നു. ഒരു 10,000 രൂപയുടെ വണ്ടി ഉണ്ടായിരുന്നു. അത് ചോദിച്ചു ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നുണ്ട്. ആ വണ്ടി വിറ്റ് പോയിട്ടുണ്ട്. ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോകുൽ വേറെ ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ എല്ലാവരും വിളിക്കുക. ഷോപ്പിന്റെ ലൊക്കേഷൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ 2 നമ്പർ ഉണ്ടല്ലേ? 2 നമ്പർ ഉണ്ട്. അത് ഓഫീസ് നമ്പർ ആണ്. ഏതൊക്കെ സമയത്ത് വിളിക്കാം? 10 to 8:30 വരെ നമ്മൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഫോൺ കൊണ്ടുപോകാറുണ്ടോ അതോ ഇവിടെ വെക്കോ? എങ്ങനെയാണ്? നമ്മൾ ഫോൺ അധികം കയ്യിൽ വെക്കാറുണ്ട്. അഥവാ വിളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ഇപ്പൊ ആരെങ്കിലും വീഡിയോ ഇട്ടതിന് ശേഷം രാത്രിയാണ് കോൺടാക്ട് ചെയ്യണമെങ്കിൽ തിരിച്ച് വിളിച്ചില്ലെങ്കിൽ റീൽസിലാണെങ്കിലും അതിന് വന്ന് കമന്റ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. കമന്റ് ഇട്ടോട് പറയാനുള്ളത് ചിലപ്പോൾ വർക്കിംഗ് ടൈം കഴിഞ്ഞുകൊണ്ടായിരിക്കും അവർ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. ഇൻ കേസ് 2-3 പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ അധികം കമന്റ് ഇട്ടോ, ഞാൻ വിളിച്ചു ചോദിച്ചോളാം. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കാരണം അതാകുമ്പോൾ നമുക്ക് റിപ്ലൈ തരാമല്ലോ. കാരണം ഒരുപാട് മിസ് കോൾ വരുമ്പോൾ നമ്മൾ താഴത്തുനിന്ന് മേലിൽ നിന്ന് നോക്കി വിളിക്കുമ്പോൾ ചിലപ്പോൾ 1-2 നമ്പർ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അത് ഏത് ഷോറൂമിലാണ് അങ്ങനെ പ്രശ്നം ഉണ്ടാകും. മനുഷ്യനല്ലേ ഉള്ളേ. യെസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഗോകുൽ, താങ്ക് യു. അപ്പോൾ നമുക്ക് GST റിഡക്ഷൻ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഒരു ഡിസ്കൗണ്ട് ചാകര വീഡിയോ അടുത്ത ദിവസം ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറയാം. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ട് അതും പറഞ്ഞോളൂ, നമുക്ക് പരിഹരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ കൊടുത്താലാ. ബൈ.